പരമേശൻ തനയന ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടി എന്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. അഭിഷേകം കഴിഞ്ഞു സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ടയ്ക്കെഴുന്നള്ളത്ത്. അതു നേരം അമ്മമാർ മൂവരുമായി ഒരുമിച്ച് സീതയോടു സരസമായി പറഞ്ഞു വണ്ണം, അരക്കന്റെ രൂപഗുണം ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞങ്ങൾക്കതു മായയാലെ കാണണം സീതേ. അതു ഞാൻ വരയ്ക്കയില്ല രാമദേവൻ അറിയുമ്പോൾ വധിക്ക ലക്ഷ്മണ എന്ന് അരുളി ചെയ്യും. അതിനേതും വേണ്ടതില്ല നിനക്കു ഞങ്ങളുമുണ്ട്, ഞങ്ങൾക്കതു മായയാലെ കാണണം സീതേ. അതു നേരം സീതാദേവി ചെങ്കല്ലും മലകയുമായി അരക്കന്റെ രൂപഗുണം വരച്ചു കാട്ടി. 10 തല 20 കരങ്ങളും വരച്ചിട്ട് കരങ്ങളിൽ പല പല ആയുധങ്ങളും. അരക്കന്റെ രൂപഗുണം കണ്ടിട്ടമ്മമാരും ഭയപ്പെട്ടു. ആ പലക കരം കൊണ്ടു മറിച്ചു വച്ചു. രാമദേവൻ വേട്ടയാടി കുളിച്ചു ശുദ്ധിയും ചെയ്തു. ദേവാലയത്തിനായി തങ്ങിയിരിക്കും നേരം അപ്പലക തുള്ളി തുള്ളി മന്ത്രമന്ത്രം പിഴച്ചപ്പോൾ അപ്പലക കരം കൊണ്ടു മറിച്ചു നോക്കി. ആരാണെന്റെ അമ്മമാരെ പലകമേൽ വരച്ചത്, ഞങ്ങളാരും അറിഞ്ഞില്ല ശ്രീരാമദേവ. സീതാദേവി അറിയാതെ മറ്റാരും വരയ്ക്കയില്ല, അവൾക്കതിനാശയൊട്ടും കുറഞ്ഞിട്ടില്ല. അഭിഷേകം കഴിഞ്ഞു സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ടയ്ക്കെഴുന്നള്ളത്ത്. കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോളനാട്ടിൽ യൗവനത്തിൻ തേന്നുകർന്നേ വാണു. മാധവിയിൽ കോവലനു സ്നേഹമുണ്ടായി തീർന്നു. ജായയെയും വേർപിരിഞ്ഞു പാവമായി ദേവി. ധൂർത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു. മാപ്പു ചൊല്ലി വീടണഞ്ഞു മാധവിയും വേർപിരിഞ്ഞു.